ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ വിമർശനം. പത്തനംതിട്ടയിലുണ്ടായത് ഒരു അസാധാരണമായ പ്രളയമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിയ വാഹനങ്ങളെ ഒഴിവാക്കണമായിരുന്നു എന്നാണ് CP ജോണിന്റെ വാദം. അദ്ദേഹം അത് കോഴിക്കോട് വ്യക്തമാക്കി. അത് കേൾക്കാം. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. അസാധാരണമായൊരു പ്രളയമല്ലേ പത്തനംതിട്ടയിലുണ്ടായത്. അതിനെ നേരിടാനായിട്ട് ഓഫ് റോഡ് വണ്ടികളോട് വരാൻ അഭ്യർത്ഥിച്ചു. ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ യാതൊരു തരത്തിലുള്ള ഒരു ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചീത്ത ഉദാഹരണമാണ്. അതിനൊരു താൽക്കാലികമായിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും. KK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, സസ്പെൻഷൻ അങ്ങനെ ഒരു നടപടിയല്ല, അന്വേഷണം നടക്കുന്നൊരു ഘട്ടമാണ് എന്ന് മന്ത്രി പറയുമ്പോൾ പോലും MVD ഉദ്യോഗസ്ഥർ കടുത്ത അതൃപ്തിയിലാണ്, അവർ പ്രതിഷേധത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിഴ ഈടാക്കി എന്നുള്ളതിന് MVD ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൃത്യമായ വാദങ്ങളുണ്ടല്ലോ, കൃത്യമായ കാരണങ്ങളുണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് മന്ത്രിക്ക് ബോധ്യപ്പെടാത്തതാണോ? മന്ത്രി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഈ രണ്ട് പക്ഷത്തിന്റെയും വാദങ്ങൾ എന്താണ് അഭിലാഷ്? രോഷ്നി, ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ പൂർണ്ണമായും ഗതാഗത മന്ത്രി തള്ളുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പതിവ് പരിശോധനയ്ക്കിടെയാണ്, അല്ലാതെ രക്ഷാപ്രവർത്തനത്തിനിടെയല്ല ഇത്തരത്തിൽ പിഴ ചുമത്തിയത് എന്നുള്ളതാണ് ഗതാഗത ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നിലപാട്. പക്ഷേ അത് ഗതാഗത മന്ത്രി അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് നടപടിയല്ല, അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. കാരണം ഇക്കാര്യത്തിൽ നടപടി വരാനുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നു. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പത്തനംതിട്ടയിൽ ഉണ്ടായത് അസാധാരണമായ ഒരു പ്രളയമാണ്. ആ പ്രളയത്തിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ MLA-മാരും MP-മാരും ജനപ്രതിനിധികളും ഒക്കെ രംഗത്തിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഓഫ് റോഡ് വാഹനങ്ങളോട് രംഗത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു. അതായത് സർക്കാർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അത് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓഫ് റോഡ് വാഹനങ്ങൾ രംഗത്ത് വരികയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് ഇതും മറന്നുകൊണ്ട് ആ രക്ഷാദൗത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ഒരു തവണയെങ്കിലും വിട്ടയക്കാമായിരുന്നു എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അതായത് ഓഫ് റോഡ് വാഹനങ്ങളുടെ നിയമലംഘനമല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളെ അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഇനിയും നടക്കാനുണ്ട്. സസ്പെൻഷൻ എന്നുള്ളതൊരു നടപടിയല്ല, അതൊരു മുന്നറിയിപ്പ് കൂടി ഗതാഗത മന്ത്രി നൽകുന്നു. അതായത് ഉദ്യോഗസ്ഥർ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മോശമായ ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിൽ കണ്ടത്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ഗതാഗത മന്ത്രി ഈ ഘട്ടത്തിൽ ഈ ജീവനക്കാർക്ക് നൽകുന്ന, ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സമരം ഏത് നിലയിൽ നേരിടണം എന്നുള്ള കാര്യം ഇന്ന് രാവിലെ കോഴിക്കോട്ട് തന്നെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഗതാഗത വകുപ്പ് ശക്തമായി രംഗത്ത് വരും. അതായത് ഇത്തരത്തിലുള്ള നിലപാടുമായി അവർ സഹകരിക്കുക അല്ലെങ്കിൽ അതിനെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഗതാഗത മന്ത്രി ഇപ്പോഴുള്ളത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.